ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നേരെ ശാരി വന്നിട്ട് സന്തോഷ വാർത്ത സരയുവിനെയും കൂടെ അറിയിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഒക്കെ നിൻ്റെ അച്ഛൻ്റെ പ്ലാനായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നതിൽ കുറേയൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം രൂപയെ കൊണ്ട് ചന്ദ്രസേനനെ ഒരുമിപ്പിച്ച് താമസിപ്പിച്ച് അവസാനം സ്നേഹത്തോടെ തന്നെ അയാളെ കൊല്ലാനായിരുന്നു നമ്മുടെ അച്ഛൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് രൂപ ചന്ദ്രസേനനെ ഒരുമിച്ച് താമസിപ്പിക്കുന്നത്. ഇത് കേട്ട സമയത്ത് സരയുവിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഒപ്പം തന്നെ ഷോക്കായി പോകുമെന്നൊക്കെ പറയില്ല. കാരണം നമ്മൾ അത്രയും വെറുത്തിട്ടുണ്ടായിരുന്ന ഒരാൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു സന്തോഷം. അതിനുശേഷം സന്തോഷത്തോടു കൂടി തന്നെയാണ് സരയു ചോദിക്കുന്നത്, അപ്പോൾ വിഷുവിൻ്റെ അന്ന് മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ചത് ഈ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നോ? അതേന്ന്. എങ്കിൽ അത് അച്ഛന് നമ്മളോടും കൂടെ പറഞ്ഞുകൂടായിരുന്നോ? സരയു അടക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അത് മോളെ, നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ട് നടക്കുന്നു കരുതിയിട്ടായിരിക്കും പറയാതിരിക്കുന്നത്. സരയു സന്തോഷത്തോടു കൂടി തലയാട്ടാണ്. അറിഞ്ഞിട്ടില്ലേലും കുഴപ്പമില്ല, ഇപ്പം അറിഞ്ഞ ആ ഒരു സന്തോഷ വാർത്ത അത്രയേറെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിനുശേഷം സരയു ആലോചിക്കുന്നുണ്ട്, അന്ന് വിഷുവിൻ്റെ അന്ന് പോയിട്ട് ആ വീട്ടിൽ വെച്ച് കണ്ട സംഭവങ്ങൾ എല്ലാവരെയും കണ്ടിട്ട് തിരിച്ചു വന്ന സമയത്ത് മനോഹറും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ അമ്മ സംഭവിച്ചത്? അപ്പം സങ്കടത്തോടു കൂടിയാണ് അന്ന് ശാരി ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. മോനെ, നമ്മളവിടെ ചെന്ന സമയത്ത് മക്കളും മരുമക്കളും മാത്രമല്ല, നമ്മൾ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആ വെറുപ്പുള്ള അയാൾ കൂടെ, ആ ചന്ദ്രസേനൻ കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് മനോഹർ അടക്കം എല്ലാവരും ഞെട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാഹുലിന് മാത്രം ഒരു കുലുക്കം ഉണ്ടാവാതിരുന്നതൊക്കെ സരയുടെ ഓർമ്മയിലേക്ക് വരികയാണ്. അതിനുശേഷം സന്തോഷത്തോടു കൂടിയാണ് സരയു പറയുന്നത്, ശരിയായിരിക്കും അമ്മേ, അന്ന് ചന്ദ്രസേനനും ആൻറ്റിയും കൂടെ ഒരുമിച്ചെന്ന് പറഞ്ഞ സമയത്തും അച്ഛൻ്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല. അതൊന്നും അച്ഛൻ വലിയ കാര്യമാക്കി എടുത്തതുമില്ല. അപ്പം ശാരി പറയുന്നുണ്ട്, അതൊക്കെ വട്ടിൻ്റെ ഭാഗമാണെന്നല്ലേ നമ്മൾ കരുതിയത്, പറഞ്ഞതൊന്നും തലയ്ക്ക് കയറിയില്ലെന്നല്ലേ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അതൊന്നും അല്ല മോളെ സത്യം, ഇതെല്ലാം പ്ലാൻ ചെയ്തത് നമ്മുടെ അച്ഛനാ. അപ്പോൾ സരയുവിന് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് സങ്കടത്തോട് ചോദിക്കുകയാണ്, അയ്യോ, എന്നാൽ പിന്നെ അച്ഛന് ഷോക്ക് കൊടുക്കണമായിരുന്നോ? അത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അങ്ങേര് ചിലപ്പോൾ കൊല്ലുന്നത് നമ്മുടെ മനുമോനെ ആയിരിക്കും. ഒരു കാരണവും ഇല്ലാതെ മനുമോനെ വെറുക്കുകയല്ലേ. അതുപോലെ തന്നെ ഇടയ്ക്ക് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തോ സാരമായ കുഴപ്പമുണ്ട്. അപ്പോൾ സരയു ആലോചിച്ചപ്പോൾ അത് ശരി തന്നെയാണ്. പിന്നെ ചിരിച്ചുകൊണ്ട് ശാരി പറയാണ്, എങ്കിലും രൂപയുടെ കാര്യത്തിൽ സംഭവിച്ചത് ആ തലേന്ന് വന്ന ബുദ്ധി തന്നെയാ. അപ്പോൾ സന്തോഷം അടക്കാനാവാതെ സരയു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ തന്നെ ആൻറ്റിയെ കാണണം, നമുക്ക് പോവാം മോളെ, പിന്നെ ഈ കാര്യമൊന്നും അവിടെ പറയണ്ട കേട്ടോ. അപ്പോൾ സരയു സന്തോഷത്തോടെ പറയുന്നുണ്ട്, വെറുതെ അവളെ സ്നേഹിച്ചാൽ മതി. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി രൂപയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. കോളിംഗ് ബെല്ല് കേട്ടിട്ട് വാതിൽ തുറന്ന രൂപ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ശാരി സരയും കൂടെ മുന്നിൽ വന്ന് ചിരിച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അന്ന് അതുവരെ രൂപയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരും പെട്ടെന്ന് ചിരിച്ചു വന്ന് കണ്ടപ്പോൾ രൂപ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പിന്നെ എപ്പോഴും രൂപയുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് കനപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മുഖമാണല്ലോ. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുടെ ചിരി കാണുന്ന സമയത്ത്, എന്താ രണ്ടുപേരും കൂടെ? അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ശാരി പറയുന്നത്, എത്രയെന്ന് വെച്ചാൽ നിന്നോട് പിണങ്ങി മാറി നടക്കുന്നത്, മോൾക്ക് നിന്നെ കണ്ടേ പറ്റൂന്ന്. വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ രൂപ അകത്തേക്ക് കയറി നടക്കുകയാണ്. പിന്നാലെ തന്നെ ശാരി സരയും വരുന്നുണ്ട്. അപ്പോൾ രൂപ തിരിഞ്ഞു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് സ്വത്ത് തരാത്തവളല്ലേ, ഇപ്പോൾ ദേ എൻ്റെ സ്വത്തിൻ്റെ പകുതി എൻ്റെ മകൾക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സരയു പറയുന്നുണ്ട്, സ്വത്തിനു വേണ്ടിയല്ലല്ലോ ഞാൻ ആൻറ്റിയെ സ്നേഹിച്ചത്, അതിനുവേണ്ടി മാത്രം ആൻറ്റിയെ സ്നേഹിച്ചവരാ പെട്ടെന്ന് ആൻറ്റിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എവിടെയൊക്കെ ഇവരെ പോക്കുന്ന് മനസ്സിലാവാതെ രൂപ ഇങ്ങനെ അത്ഭുതപ്പെട്ട് കേട്ട് നിൽക്കുകയാണ്, എന്തൊക്കെ ഇവർ സംസാരിക്കുന്നതെന്ന് അറിയാണ്ട്. അപ്പോൾ ശാരിയും പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാ, സമയമായപ്പോൾ എല്ലാം കൂടി ഒത്തുകൂടിയല്ലോ സ്വത്തിന് വേണ്ടിയിട്ട്. നിന്നെ സോപ്പിട്ട് സ്വത്തും കൊണ്ട് ഒരുത്തി പോയില്ലേ, ബാക്കിയുള്ളതേ മോനും മരുമോൾക്കും കൂടെ എഴുതി കൊടുക്ക്, പിന്നെ നീ തെരുവിൽ കിടക്കുന്നത് കാണാം. രൂപക്ക് എന്നിട്ട് ഇവരുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ സരയു വേഗം തന്നെ ശാരിയെ തടയാണ്. അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആൻറ്റിക്ക് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവുമോ? ആൻറ്റിയെ ഞാനും മനുവേട്ടനും കൂടി ഈ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. എൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടുപോയില്ലേലും ശരി, ഞങ്ങൾ പോകുമ്പോൾ ആൻറ്റിയും കൂടെ കാണും. അവസാനം രൂപക്ക് മനസ്സിലായി എന്തോ പ്ലാൻ ഇട്ടിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് രൂപയും പറയുന്നുണ്ട്, മോളുടെ നല്ല മനസ്സ് എനിക്കറിയാം മോളെ. അപ്പോൾ ശാരിയും ചിരിച്ചുകൊണ്ട് പറയാണ്, ആൻറ്റിയുടെ മനസ്സും ഞങ്ങൾക്കറിയാം. അപ്പോൾ ശാരിയും പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ നിന്നോട് ദേഷ്യപ്പെട്ട് മാറിയപ്പോൾ നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ രൂപേ? അപ്പോൾ രൂപയും പറയാണ്, പിന്നെ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാനത് ഏട്ടനോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ശാരിക്ക് സങ്കടം വരികയാണ്. എന്ത് ചെയ്യാനാ രൂപേ, ഇന്നലെ വരെ നോർമലായിട്ട് നടന്ന മനുഷ്യൻ ഇന്ന് അബ്നോർമൽ ആയില്ലേ? അതൊക്കെ കേൾക്കുന്ന സമയത്ത് രൂപക്ക് കൗശലമായിട്ടുള്ള ചിരി വരുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ പറയും, ഏട്ടൻ ഒരു കുഴപ്പമില്ലെന്ന് ഏട്ടൻ പറയുന്നേ. അപ്പം ശാരി ചോദിക്കുന്നുണ്ട്, എൻ്റെ രൂപേ, തലയ്ക്ക് സുഖയില്ലാത്ത ആരെങ്കിലും തനിക്ക് തലയ്ക്ക് സുഖയില്ല എന്ന് പറയുമോ? അത് അംഗീകരിക്കുമോ? അപ്പോഴേക്കും ശരയു പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണം ആ സേനനും കിരണും കല്യാണിയും ഒക്കെ തന്നെയാണ്.
അപ്പോഴേക്ക് രൂപ പറയുന്നുണ്ട്, അവരെക്കുറിച്ച് ഇനി ഒന്നും പറയരുത്, അവരെല്ലാം എൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞു. അവരോടിപ്പോൾ എനിക്ക് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ശാരി സരയും ഭയങ്കര ഒരു ഉള്ളിലൊരു ചിരിച്ചിരിക്കുമല്ലോ, ആ ഒരു ചിരിയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ഇവരുടെ അഭിനയമാണല്ലോ എന്ന് ഓർത്തിട്ട് അവരെ രണ്ടുപേരുടെ ചിരി കാണുന്ന സമയത്ത് രൂപ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല രൂപേ, ഒന്നുമില്ല. ശാരി ചിരിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങൾ ഒന്നും പറയുന്നില്ല. അത് കാണുന്ന സമയത്ത് രൂപക്ക് വീണ്ടും അത്ഭുതമാവുകയാണ്, ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും സരയു പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റി, കുട്ടിക്കാലം തൊട്ട് ആൻറ്റി സ്നേഹിച്ചിരുന്നത് കിരണിയും സോണിയൊന്നും അല്ല, എന്നെയാ. ആ സ്നേഹം ഒരിക്കലും ആൻറ്റിയുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ രൂപ അത് തന്നെ കേട്ട് നിന്നിട്ട് പറയും, ഞാൻ അതിന് കളഞ്ഞിട്ടില്ല, നിങ്ങളല്ലേ എന്നെ മാറ്റി നിർത്തിയത്. അപ്പോൾ ഷാരി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, അതിന് ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ക്ഷമ പറയുക. രൂപക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്താ ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അതിനുശേഷം സരയും പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം ആൻറ്റി. അതിനുശേഷം രൂപയുടെ കാല് തൊട്ട് തൊഴുവാണ്. അപ്പോൾ രൂപ വേഗം സരയുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രൂപ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തോ അറിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. അതിനുശേഷം ചോദിക്കുകയാണ്, നിങ്ങളോട് രാഹുലേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പോൾ ഷാരി പെട്ടെന്ന് തന്നെ പറയും, ഏയ് ഒന്നും പറഞ്ഞില്ല. ഇനി തലയ്ക്ക് സുഖമില്ലാത്ത അങ്ങേരെന്തെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ, ഞങ്ങളത് വിശ്വസിക്കുമോ? അപ്പോൾ സരയു പറയുന്നുണ്ട്, ഏതായാലും ചന്ദ്രസേനനും മക്കളും ഒക്കെ ഉള്ള സമയത്തൊന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇപ്പം തന്നെ പേടിച്ച ഞങ്ങൾ വന്നത്, അവരിവിടെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. രൂപ ഇങ്ങനെ കേട്ട് നിൽക്കുക, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും സരയു സ്നേഹത്തോടെ പറയും, ഏതായാലും ഭാഗ്യത്തിന് അവരില്ല. ഇനി അവരൊന്നും ഇല്ലാത്തപ്പോൾ ആൻറ്റി ഞങ്ങളെ വിളിക്കണം, ഞങ്ങൾ ഓടി എത്തിക്കോളാം. അപ്പം രൂപ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവരെ മാറ്റി നിർത്തിയിട്ട് ഇനി എനിക്കൊരു ജീവിതം ഇല്ല. അത് കേൾക്കുന്ന സമയത്ത് സരയും ഷാരിയും ഇങ്ങനെ പരസ്പരം ചിരിക്കുകയാണ്, കള്ളച്ചിരി. അതിനുശേഷം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കും. ഞങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊരർത്ഥത്തിൽ. അതിനുശേഷം ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ്, എന്നാൽ ശരി രൂപേ, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ രൂപ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, രൂപക്ക് അപ്പോഴും ആ ഒരു സംശയം മാറുന്നില്ല, എന്താ ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നുള്ളത്. അതിനുശേഷം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് രൂപയുടെ അരികിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പം തന്നെ ശബ്ദം താഴ്ത്തിയിട്ട് ഷാരി പറയുന്നുണ്ട്, ഇവക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പോൾ സരയും ചിരിച്ചുകൊണ്ട് പറയും, അതെ അതെ, ആ അഭിനയം എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. എന്തായാലും പകുതി സ്വത്ത് പോയി. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇനി തല പോയാലും ബാക്കി സ്വത്ത് സ്വന്താക്കിക്കൊള്ളണം. അത് ഞാൻ ഏറ്റു. എല്ലാ സ്വത്തും എഴുതി വാങ്ങിച്ചിട്ട് ഇവളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലാക്കണം, എന്നിട്ട് ഇവക്കും ഷോക്ക് കൊടുക്കണം, ഷാരി പറയാണ്. അപ്പോൾ സരയും പറയുന്നുണ്ട്, നമ്മുടെ മനസ്സറിയുമ്പോൾ ഇവർക്കും സമനില തെറ്റും, അത് ഉറപ്പാ. അത് കേൾക്കുന്ന സമയത്ത് ഷാരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സരയു പറയാ, അവസാനം ആങ്ങളെയും പെങ്ങളും മുഖത്തോട് മുഖം നോക്കി മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കും. ഷാരി അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം അകത്ത് രൂപയാണെങ്കിൽ ആകെ മൊത്തം കൺഫ്യൂഷനിലാണ്, എന്തൊക്കെ ഇവർ ഈ പറഞ്ഞിട്ട് പോയതെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും സരയും ഷാരിയും കൂടെ കാർ കയറി പോവുകയാണ്. കാറിൻ്റെ ലോക്ക് ശബ്ദം കേട്ട സമയത്താണ് രൂപ ചിന്തകളിൽ നിന്ന് ഉണരുന്നത്. രൂപ നേരെ പോയത് കല്യാണിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, രാഹുലേട്ടൻ അവരോട് സത്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ടാണ് എന്നോട് സ്നേഹം കാണിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അല്ലെങ്കിലും എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവനോട് അവരിപ്പോഴൊന്നും ചോദിക്കത്തില്ല. അപ്പം കൺഫ്യൂഷനായിട്ടാണ് കല്യാണിയും കേട്ട് നിൽക്കുന്നത്. അയാൾ പറയുന്നതൊന്നും ഏട്ടത്തിയും സരയും കേൾക്കില്ലല്ലോ. മെൻ്റൽ ഹോസ്പിറ്റലിൽ ഷോക്ക് കൊടുത്ത് കിടത്തിയിരിക്കല്ലേ അയാളെ. അപ്പം കല്യാണി പറയുന്നുണ്ട്, അതുപോലെ ഷോക്ക് കൊടുക്കേണ്ടി വരും സരയുനും അവളുടെ അമ്മയ്ക്കും ഒക്കെ. അവർക്ക് ശരിക്ക് സമനില തെറ്റും അമ്മേ, കാര്യങ്ങൾ ഓരോന്നോരോന്ന് അറിയുമ്പോൾ. പിന്നെ അമ്മ ശരിക്ക് സൂക്ഷിക്കണം. ഇന്നലെ വരെ അകന്നിരുന്നവർ ഇന്ന് അടുപ്പം കാണിച്ച് വരുമ്പോൾ അതിന് പിന്നാലെ എന്തെങ്കിലും ചതിയുണ്ടോയെന്ന് അറിയില്ല. അതെനിക്കറിയാം മോളെ. ഏതായാലും എനിക്ക് അയാളെ പോയിട്ടൊന്ന് കാണണം. വഞ്ചനയും ചതിയും കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്ന എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന അയാളെ. അവസാന നിമിഷം എൻ്റെ മോളുടെ കല്യാണം മുടക്കാൻ അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് മാറുന്നതാ നല്ലത്. ഇപ്പോഴവനെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ മോൾക്ക്? അപ്പോൾ കല്യാണി എന്താന്നുള്ള അർത്ഥത്തിൽ രൂപയെ നോക്കുകയാണ്. മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞു, അവൻ്റെ തലയ്ക്ക് സാരമായ കേടാന്നുള്ളത്. അതുകൊണ്ട് ഇനി അവൻ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അത് സമനില തെറ്റിയ ഒരാളുടെ പ്രവൃത്തിയായിട്ട് കോടതി വിധി എഴുതൂ. എന്ന് വെച്ചാൽ ശിക്ഷിക്കപ്പെടാൻ പോലും സാധ്യതയില്ലെന്നർത്ഥം. അവിടെ എന്നേക്കാൾ സൂക്ഷിക്കേണ്ടത് മോളാണ്. മോളെ കൊന്ന് ഒഴിവാക്കിയിട്ട് മോളുടെ സ്ഥാനത്ത് സരയുവിനെ കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനി അവൻ്റെ ശ്രദ്ധ അത്രയും മോളുടെ നേർക്കായിരിക്കും. ചന്ദ്രേട്ടനും കിരണിനും ഒക്കെ കാര്യങ്ങൾ അറിയാം, എങ്കിലും പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോവാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ജീവിതത്തിനിടയ്ക്ക് ആരെല്ലാം എന്നെ കൊല്ലാൻ നോക്കിയതാ അമ്മേ. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ പുഴയിലെറിയാൻ പലതവണ ശ്രമിച്ചതാ. അത് കഴിഞ്ഞ് കിരണേട്ടനെ പരിചയപ്പെട്ട ശേഷം സരയും അവളുടെ അച്ഛനും അമ്മയൊക്കെ എത്ര തവണ ശ്രമിച്ചു. ആയുസ്സിന് നീളമുണ്ടെങ്കിൽ അതെടുക്കാൻ ആർക്കും പറ്റില്ല അമ്മേ.
അങ്ങനെ അടിയുറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. പിന്നെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഇനി ചിന്തിക്കുകയില്ല. ഞാൻ പോട്ടെ അമ്മേ. എന്നിട്ട് കല്യാണി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കല്യാണി വന്നിറങ്ങി അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും പിന്നാലെ സരയു വരുന്നുണ്ടായിരുന്നു. കല്യാണി വീട്ടിനകത്തേക്ക് കയറിയതും പിന്നിൽ നിന്ന് സരയു വിളിക്കുകയാണ്, കല്യാണി. ശബ്ദം കേട്ടിട്ട് കല്യാണി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സരയു കല്യാണിയുടെ അരികിലേക്ക് വരികയാണ്. കല്യാണിയാണെ വലിഞ്ഞ മുറുകിയ മുഖത്തോടെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അതൊക്കെ സരയുവിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സരയു പാവം മുഖമൊക്കെ ആക്കിയിട്ടാണ് അകത്തേക്ക് വരുന്നത്. എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ, ഷോക്ക് കൊടുത്ത് ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുക. അപ്പോൾ കല്യാണി പുച്ഛത്തോടെ പറയും, അതിന് ഞാനെന്ത് വേണം? നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെങ്കിലേ അത് അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫല. നീയൊക്കെ മനസ്സ് മാറ്റിയിട്ട് നേരായ വഴിക്ക് വന്നില്ലെങ്കിലേ നാളെ നിന്നെയൊക്കെ കാത്തിരിക്കുന്നതും ഇതാ. അപ്പോഴൊന്നും പ്രതികരിക്കാതെ പിന്നെ പാവത്തിനെ പോലെ സരയു പറയുന്നുണ്ട്, ഞാനൊരു വഴക്കിനല്ല വന്നത്. പിന്നെ എന്തിനാ വന്നേ? അനുനയത്തോടെ വരുന്നുണ്ടെങ്കിൽ പിന്നിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും വരെ സ്നേഹിച്ച ആൻറ്റി പോലും എന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ആ ദേഷ്യമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് പോയി ആൻറ്റിയെ കണ്ടായിരുന്നു. അപ്പോൾ കല്യാണി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് വേണം? നീ ആരെങ്കിലും കാണുന്നതും കാണാത്തതൊന്നും എൻ്റെ വിഷയമല്ല. അതേ പറ്റിയൊന്നും എന്നോട് പറയുകയും വേണ്ട. അപ്പോഴും സരയു പാവത്തിനെ പോലെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ട് കല്യാണി ഷൗട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് അകത്ത് നിന്നും കിരൺ വരുന്നുണ്ട്. സരയുവിനെ കണ്ടപ്പോൾ അതേപോലെ തന്നെ വലിഞ്ഞു മുറുകിയ മുഖത്തോട് കൂടി തന്നെയാണ് കിരണും വരുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, നോക്ക് കിരണേട്ടാ, സൗഹൃദം നടിച്ച് വന്നിരിക്കുക അടുത്ത ചതിയും കൊണ്ട്. അപ്പോൾ കിരണി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് വേണ്ടത്? അല്ല, ഞങ്ങൾ മൊത്തത്തിൽ തകർന്നു പോയി കിരണേ. അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലായതോടെ അതിനൊക്കെ കാരണം ഞങ്ങളുടെ പ്രവർത്തികളാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. ഓഹോ, അപ്പം നിനക്കൊക്കെ തിരിച്ചറിവുണ്ടല്ലേ? കിരൺ കളിയാക്കിക്കൊണ്ട് ചോദിക്കും. അപ്പം സരയു പറയുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ കല്യാണി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഒരിക്കലും വിശ്വസിക്കില്ല. നാവിൽ വിഷമൊളിപ്പിച്ചുകൊണ്ടാ നീയൊക്കെ വരുന്നത്. നാളെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം കിരണും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എടി, ഞങ്ങളിവിടെ മനസ്സമാധാനത്തോടെ താമസിക്കുമ്പോൾ നിന്റെ ലൈഫ് കേമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നീ തൊട്ടപ്പുറത്ത് വന്ന് താമസിച്ചു. എന്നിട്ട് നീയും നിന്റെ അച്ഛനും അമ്മയും ജനാല വഴി നോക്കിക്കൊണ്ടിരുന്നത് ഈ വീടിൻ്റെ തകർച്ചയാ. ഈ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിൽ ഉയരുന്നുണ്ടോന്നാ നീയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് കരഞ്ഞതും ഭ്രാന്തെടുത്തതും ഒക്കെ നീയൊക്കെ തന്നെയാ. ഒക്കെ കേട്ടുന്നതിന് ശേഷം പാവമായിട്ട് സരയു പറയുന്നുണ്ട്, അത് 100% സത്യം തന്നെയാ കിരണേ. ഒക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടാ ഇനി പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചത്. കല്യാണിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ വാക്കൊന്നും നീ പറയണ്ട, ഇപ്പം എന്തിനാ വന്നതെന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അപ്പോൾ സരയു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ വന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറയാനാ. സോണിക്കും അവളുടെ ഹസ്ബൻഡിനും ഒരു സദ്യ കൊടുക്കണമെന്നുണ്ട്. കൂട്ടത്തിൽ നീ നിൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടി വരണം, കല്യാണിയും വരണം. അപ്പോൾ കിരണ് ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണോ വിഷസദ്യ കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ കല്യാണി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, കിരണേട്ടൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ അച്ഛൻ ഇപ്പോൾ സമനില തെറ്റി ഹോസ്പിറ്റലിൽ കിടക്കുക. അതൊക്കെ ഉള്ളിൽ കിടന്ന് പുകയുമ്പോൾ ഞങ്ങളെയൊക്കെ കൊല്ലാൻ നിനക്കൊരു മടിയും കാണില്ല. എനിക്ക് ശബ്ദം കിട്ടി. ആ ശബ്ദം കൊണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയാൻ ശ്രമിച്ചിട്ടില്ല. പരമാവധി എൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. സരയു പുഞ്ചിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ. എന്നാ നിന്റെയൊക്കെ നാവുണ്ടല്ലോ, അത് നിനക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാധ്യത തന്നെയാ. അപ്പോഴും സരയു ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, ഇവളുടെയൊക്കെ നാവ് തന്നെ ഇവളെയൊക്കെ ശപിക്കുന്നുണ്ടാവും. അതുപോലെയല്ലേ ആ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ സരയു പറയുന്നുണ്ട്, നല്ല മനസ്സോടെയാ ഞാൻ നിങ്ങളെയൊക്കെ വിരുന്നിന് വിളിച്ചത്. ആൻറ്റി ഏതായാലും നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള പിണക്കമൊക്കെ മാറ്റി. ഇനിയിപ്പോൾ അവരെയൊക്കെ എതിരാളികളായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ കിരണ് ചോദിക്കുന്നുണ്ട്, രാഹുൽ എന്ന ബഗാസുരനെ എൻ്റെ അച്ഛനെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുമോടി? അപ്പോൾ സരയു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാ അച്ഛൻ ഇല്ലാത്ത സമയത്ത് നിങ്ങളൊക്കെ വരണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ കല്യാണി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്നെ ഒന്നും ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല. എല്ലാവരും സ്നേഹത്തോടെ കഴിയാണിപ്പോൾ. അത് നിങ്ങൾക്കാർക്കും സഹിക്കുന്നില്ല. നീയൊക്കെ കരയുമ്പോൾ അതിൻ്റെ ഇരട്ടി ഞങ്ങളൊക്കെ കരയണം. അതിനുവേണ്ടി കിരണേട്ടൻ്റെ അമ്മയെ കയ്യിലെടുത്തു. അതേ രീതിയിൽ ഞങ്ങളെയും ഒപ്പം നിർത്താമെന്ന് നീ കരുതണ്ട. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടല്ലോ, പഴയ കല്യാണിയല്ല ഇപ്പം നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പ്രതികരിക്കേണ്ട സമയത്ത് എന്ത് പറയണമെന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ നിൻ്റെ പാട് നോക്കി പോവാൻ നോക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അയാൾ വരും. ആ സമയത്ത് അയാൾക്ക് നീ നല്ല സദ്യ ഒരുക്കി കൊടുക്ക്. അപ്പോൾ സരയു സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാനിനി ഒന്നും പറയുന്നില്ല. പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. എങ്കിലും നിങ്ങളോടൊന്നും എനിക്ക് വഴക്കില്ല, ദേഷ്യവും ഇല്ല. നിങ്ങളെന്നെ ആട്ടിയിറക്കിയാലും ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് വരും.
എന്നിട്ട് പാവത്തിനെ പോലെ സരയു തിരിഞ്ഞു നിൽക്കുകയാണ് അതിനുശേഷം പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നും ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല വിജയം, അതൊക്കെ നീ മനസ്സിൽ കുറിച്ചിട്ടോ. എന്നിട്ട് അവിടുന്ന് പോവുകയാണ്. അവൾ പോയതിനു ശേഷം കിരൺ ചോദിക്കുന്നുണ്ട്, അവളുടെ മനസ്സിൽ എന്തായിരിക്കും കല്യാണി? അവൾക്ക് കിട്ടിയ തിരിച്ചടിക്ക് പുതിയ പകരം വീട്ടാൻ വേണ്ടി വന്നിരിക്കുക. വിശ്വസിക്കരുത് അവളെ ഒരിക്കലും. അപ്പൊ കിരൺ പറയുന്നുണ്ട്, ആരെങ്കിലും മുന്നിൽ വന്ന് കണ്ണീരൊഴിക്കുക അപ്പം മനസ്സ് മാറുന്ന ആളായിരുന്നല്ലോ നീ, എന്നിട്ട് എന്നേക്കാളും ദേഷ്യമാണല്ലോ നിനക്കിപ്പോൾ അവളോട്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടൻ പറയുന്നത് പോലെ എവിടെയും നമ്മൾ പഞ്ചഭാവമായിട്ട് നിന്നിട്ട് കാര്യമില്ല. ആൾക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് പാലിക്കേണ്ട അകലം പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കും. കല്യാണിയുടെ മാറ്റം കാണുന്ന സമയത്ത് കിരൺ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കല്യാണിയാണെങ്കിൽ ടെൻഷനോട് കൂടിയാണ് അകത്തേക്ക് പോകുന്നതും. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.